ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡെൽനാസ് യൂട്യൂബ് ചാനൽ. ഫ്രണ്ട്സ്, അങ്ങനെ ഞാനും ഏഞ്ചലും കൂടി ഇന്ന് ബാംഗ്ലൂർ പോവാണ്. അപ്പോൾ ഏഞ്ചൽ ചാർജർ വാർഡിൽ ഞങ്ങൾ മോർണിംഗ് ഡ്യൂട്ടിക്ക് വന്നപ്പോൾ ഏഞ്ചൽ വെച്ചിട്ട് മറന്നുപോയി. പിന്നെ ഞങ്ങളത് എടുത്തിട്ട് ബാംഗ്ലൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളതൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ലിഫ്റ്റ് കയറി താഴെ പോയി ബസ് കയറിയിട്ട് കാണാം. ബായ്. അങ്ങനെ ഞങ്ങൾ ബസ് കയറി ഗൈസ്. ബസ്സിലാണ് നല്ല കാറ്റായിരുന്നു. ആദ്യം സീറ്റൊന്നും കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞാനും ഏഞ്ചലും കൂടെ ഇടിച്ച് തള്ളി ഒരു സീറ്റിലേക്ക് കയറി ഗൈസ്. ഒരു വലിയ ബാണ്ടം ഉണ്ടായിരുന്നു പുറത്തെൻ്റെ. ആ ബാഗിനെയാണെങ്കിൽ ഇടിച്ച് ഞങ്ങൾ അടിയിലേക്ക് കയറ്റി വെച്ചേക്കുക. ഈ ബസ്സാണെങ്കിൽ സൗത്ത് വരെ ഉള്ളൂ. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾ കുറച്ചങ്ങോട്ട് നടക്കണം. എറണാകുളം സൗത്ത് മീൻസ് മനോരമ ജംഗ്ഷൻ വരെ ഉള്ളൂ കഴിച്ചാൽ അവിടുന്ന് സൗത്തിലേക്ക് കുറച്ചങ്ങോട്ട് നടക്കണം. അതോർത്ത് കുറച്ച് സാഡായിട്ടിരിക്കുക. എന്നാലും നല്ല കാറ്റൊക്കെ ഉണ്ട്. നമുക്കൊരു അവിടെ എത്തിയിട്ട് കാണാം. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്ക് ഗൈസ്, എൻ്റെ മുതുകത്ത് വലിയൊരു ബാണ്ടൊക്കെ ഇട്ട് എനിക്ക് ഞാൻ ഫ്രീ ആണ്. ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല ഗൈസ്. എന്നിട്ട് ഈ കൂര എടുത്ത് മതയാനം ഒന്നും പിടിക്കാതെ എൻ്റെ കൂടെ വരുക ഗൈസ്. ഞാൻ ഫ്രീ ആണ് ഗൈസ്. ഗൈസ് ഇനി നല്ല ആംബിയൻസ് ആട്ടോ ഗൈസ് ഇതിൽ നടന്നു പോകാനായിട്ട്. പക്ഷെ രാത്രി ഒറ്റയ്ക്കൊന്നും വരാൻ പറ്റില്ല. കാരണം ആരും ഇല്ല ഈ വഴി കൂടി. ഹിന്ദിക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ രണ്ടുപേരുള്ളതുകൊണ്ട് സെറ്റ്. ശരി എന്നാ, ഇനി ട്രെയിനിൽ വെച്ചോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ട്രെയിൻ കാത്ത് നിൽക്കുകയാണ്. ഇപ്പം തന്നെ ട്രെയിൻ വരും ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തി ഗൈസ്. ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ന്യൂ കോസ്റ്റ്യൂം നോക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇന്നലെയാണ് ഞങ്ങൾക്ക് ബാക്കി വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ ട്രെയിനിൽ കാല് കുത്താൻ വേണ്ടി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം പോലും കിട്ടിയില്ല ഗൈസ്. അതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് കഴിച്ചു മടുക്കും ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ വിശന്ന് രാത്രി ഞങ്ങൾ മടുത്ത് ഗൈസ്. ഏഞ്ചൽ കണ്ടിന്യൂസ് ആയിട്ട് എന്നോട് വിശക്കാന്നുകൊണ്ട് ഞാനും തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളൊരു ഹോട്ടൽ തപ്പിക്കൊണ്ടിരിക്കുക ഗൈസ്. മസാല ദോശ തിന്നാനാണ് ഞങ്ങൾക്കിപ്പോൾ മോഹം. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ കയറിയിട്ട് കാണാം. അപ്പൊ ഡൽഹിയില്ലേ ഫുഡ് വാങ്ങാൻ പോയിട്ടുണ്ട്. കാണിച്ചാലോ നിൽക്കുവാണ് ഗൈസ്. എടുത്തിട്ട് ടേസ്റ്റ് ഉണ്ടോന്ന് അറിയില്ല ഗൈസ്. നമുക്ക് ടേസ്റ്റ് ചെയ്തോ. ഈ സൈഡിലിരിക്കുന്ന സാധനം ചമ്മന്തിയാണോ? കുഴപ്പമില്ല, നാട്ടിലേക്ക് പോലെ ഫുഡ് കഴിച്ചിട്ട് കാണാം. എൻ്റെ പൊന്ന് ഗൈസ്, ഒരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കയറി. മസാല ദോശ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഒരു വടയും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. വട ഓർഡർ ചെയ്ത്. എൻ്റെ പൊന്നെ, കത്തി കൊണ്ടുവന്ന് വട മുറിക്കണമെങ്കിൽ അമ്മ അതൊരു പാടാ. നിങ്ങൾ ആരെങ്കിലും ബാംഗ്ലൂർ എഴുതുന്നുണ്ടെങ്കിൽ ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ കയറി വട ഒരിക്കലും ആകരുത് കേട്ടോ. കച്ചിന് കൊള്ളത്തില്ല അല്ലേ ഏഞ്ചല? മസാല ദോശ പൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ അത് പ്രതീക്ഷിച്ചിട്ടാണ് ഓർഡർ ചെയ്തത്. ബട്ട് ഇത് ഞങ്ങളെ ചതിച്ചു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും 1-2 ബിറ്റ്സൊക്കെ ഞങ്ങൾ എടുത്ത് കഴിച്ച് വീഡിയോസൊക്കെ ആയിട്ട് പ്രാവൊക്കെ പറക്കണുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു മോഹം കൂടെ പറക്കാൻ. അങ്ങനെ ഞങ്ങൾ പറന്ന് കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ എക്സാം സെൻ്ററൊക്കെ കാണാൻ വേണ്ടി പോണ വഴിക്കൊക്കെ ഞങ്ങളിങ്ങനെ കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് അത് പിറ്റേ ദിവസമായി ഗൈസ്. ഞങ്ങളുടെ വൈറ്റും ഒക്കെ ഇട്ട് ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇറങ്ങിയൊക്കെ ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ അന്തയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. വെയിലൊന്നും ഇല്ലായിരുന്നു അവിടെ. പിന്നെ ഞാൻ വെറുതെ ഒരു 2-3 ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രം വെച്ചതാണ് ഗൈസ്. അല്ലാതെ വേറെ ഒന്നിനു വേണ്ടി വെച്ചതല്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അന്ന് അവിടെ വന്ന് ശാന്തിനികേതൻ പ്രസ്റ്റീജിൻ്റെ ഫ്രണ്ടിൽ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടി 2-3 പിക്സ്, പിന്നെ കുറച്ച് വീഡിയോസ്, സ്ലോമോ വീഡിയോസൊക്കെ എടുത്ത് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് കുറച്ച് നടന്നപ്പോൾ രാത്രി ഏഞ്ചലിൽ പാനിപ്പൂരി എന്നോട് ഒന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി തട്ടുകടയിൽ വന്ന് പാനിപ്പൂരി കഴിച്ചു. ഇനി കുറേ ഫ്ലേവറുകൾ ഇരിപ്പുണ്ടായിരുന്നു. അതിൽ ഏഞ്ചലിന് ഇഷ്ടമുള്ള ഫ്ലേവറെല്ലാം കഴിച്ചു. എനിക്കാണ് അതിനകത്ത് ഇഷ്ടപ്പെട്ടത് ആകെ ഷുഗറിൻ്റെ ഫ്ലേവറായിരുന്നു. ഞാൻ അതിൽ ഒരെണ്ണം കഴിച്ച്. പിന്നെ പിറ്റേ ദിവസമായി ഗൈസ് എനിക്ക് ഞങ്ങൾ എക്സാമിന് പോവാണ്. രാവിലെ 5-6 മണിയായ സമയത്താണ് ഈ പോണത് ഗൈസ്. ഞാൻ ഏഞ്ചൽ എൻ്റെ പുറകെ വരുന്നുണ്ട്. ഞാൻ എക്സാമിനുള്ള പാസ്പോർട്ട് സാധനങ്ങളൊക്കെ എടുത്ത് നടന്നു. എനിക്ക് നല്ല ടെൻഷനുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. പിന്നെ അതൊക്കെ അങ്ങ് കടിച്ചമർത്തി നടക്കുകയാണ് ഗൈസ്. അവിടെ എത്തി. എക്സാം കുഴപ്പമുണ്ടായിരുന്നില്ല, എല്ലാം കഴിഞ്ഞ് അങ്ങനെ ബാംഗ്ലൂരിലെ കറക്കം കഴിഞ്ഞു. ഞങ്ങൾ ഉടനെ തന്നെ തിരിച്ചും